ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ഖുർആൻ പാരായണങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ, ഇബാദത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹദ്ദാദ് റത്തീബിൻ്റെ മഹത്വങ്ങളാണ്, അതിൻ്റെ ഫളായിലുകളാണ്. മൂന്ന് ദിക്റുകൾ നമ്മൾ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ മൂന്ന് ദിക്റിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ ദിക്റാണ്. അതിൻ്റെ മുമ്പ് ഇന്നലെ വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലത്തെ വീഡിയോസ് ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതായത് അതുകൊണ്ട് മുത്തുമോമിനീങ്ങളെ, കരണ്ടും ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണല്ലോ പലയിടങ്ങളിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. അതുകൊണ്ടൊന്നും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു നൽകാതിരിക്കട്ടെ, ഒരു പ്രയാസവും അല്ലാഹു നൽകാതിരിക്കട്ടെ. വയനാട്ടിൽ നിന്ന് ചൂരൽമല എന്ന പ്രദേശത്ത് ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ഒരുപാട് വീടുകളും കുടുംബങ്ങളും, വീടുകൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ മരണപ്പെട്ട് ഒരു രാത്രി ഉറങ്ങി എണീച്ചപ്പോഴേക്കും ആ നാട് തന്നെ ഇല്ലാതെയായ കണ്ണീരിലാഴ്ത്തിയ സംഭവങ്ങളാണ് നേരം വെളുത്തപ്പോൾ ഞാനും നിങ്ങളൊക്കെ അറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. അല്ലാഹുവേ, അതിലൊക്കെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ ഷഹീദിൻ്റെ പോരിശ നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് പിഞ്ചു മക്കളാണ് അതിൽ നിന്ന് മരണപ്പെട്ടു പോയത്, ഒരുപാട് ആളുകൾ. റഹ്മാനായ റബ്ബേ, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച് ഉറങ്ങിയ മനുഷ്യന്മാരാണ് ഒരു ദിവസം കൊണ്ട് എല്ലാം തകർന്നു പോയത്. റഹ്മാനായ റബ്ബേ, അങ്ങനത്തെ അദാബൊന്നും ഞങ്ങളെല്ലാവർക്കും നീ നൽകരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മഴ നിൻ്റെ അനുഗ്രഹമാണ്. റഹ്മാനായ റബ്ബേ, മഴ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നീ വരുത്തരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് മോഹങ്ങളുമായി ജീവിച്ചവരാണ്. റഹ്മാനായ റബ്ബേ, അവരുടെ
ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് റഹ്മാനായ റബ്ബേ നിൻ്റെ ഹദറത്തിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. റഹ്മാനായ റബ്ബേ നല്ല നിലയിൽ നീ സ്വീകരിക്കണേ അല്ലാ. അവിടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് മയ്യത്തുകൾ ഇനിയും കിട്ടാനുണ്ട് റബ്ബേ. ഓരോ ഒരു കുടുംബത്തിൽ 16 പേരാണ് മരണപ്പെട്ടു പോയത്. റഹ്മാനായ റബ്ബേ മരണപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ നീ ക്ഷമ നീ നൽകണേ അല്ലാ. അവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ നാട്ടുകാർക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. ഒരു നാടും നഗരവുമെല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ആ അപകടം നടന്നിരിക്കുന്നത്. അതിൻ്റെ മുമ്പാണ് കർണാടകയിൽ മണ്ണിടിച്ച ഒരു സഹോദരൻ, ഇന്ന് വരെ ആ സഹോദരനെ കിട്ടിയിട്ടില്ല. റഹ്മാനായ റബ്ബേ അങ്ങനത്തെ ദുർമരണങ്ങളൊന്നും ഒരാൾക്കും നീ നൽകരുത് റബ്ബേ. റഹ്മാനായ റബ്ബേ ഞങ്ങളൊക്കെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ പറയുന്നത് ഹദ്ദാദിലെ 3-ാമത്തെ ദിക്റാണ്. റബ്ബനാ ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നാണ് ആ ദിക്ർ. ഈ ദിക്റിന് മഹത്വങ്ങൾ വിവരിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. റബ്ബനാ ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഹദ്ദാദിലുള്ള ഈ ദിക്റിൻ്റെ മഹത്വം, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ വേറെയുണ്ട്. ഇത് ഹദ്ദാദിൽ പറയുന്ന ഹദ്ദാദിൽ ചൊല്ലുന്ന ദിക്റിൻ്റെ മഹത്വമാണ്. ഹദ്ദാദിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ദിക്ർ ഒരുപാട് ഫളായിലുകൾ വേറെയുണ്ട്. മുത്തുമോമിനീങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ചെന്നിരുന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് 100 തവണ 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നത് എണ്ണുമായിരുന്നു. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ ചെന്നിരുന്നാൽ 100 പ്രാവശ്യം ചൊല്ലുമായിരുന്നു. ചെല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കുമായിരുന്നില്ല എന്ന് സഹാബത്തുൽ കിറാം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പാപമോചനം തേടുന്ന വിഷയമാക്കുന്നവർക്ക് എല്ലാ കൊടുക്കിൽ നിന്നും അല്ലാഹു മോചനം നൽകുന്നതും എല്ലാ ദുഃഖത്തിൽ നിന്നും അല്ലാഹു ശമനം നൽകുന്നതും വിചാരിക്കാത്ത ഭാഗത്തുള്ള അല്ലാഹു അവന് ഭക്ഷണം നൽകുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയാണ്, പാപമോചനം തേടുന്നതിനെ വിഷയമാക്കുന്നവർക്ക് എല്ലാ കൊടുക്കിൽ നിന്നും അല്ലാഹു മോചനം നൽകുന്നതും എല്ലാ ദുഃഖത്തിൽ നിന്നും അല്ലാഹു ശമനം നൽകുന്നതും വിചാരിക്കാതെ ഭാഗത്തുള്ള അല്ലാഹു അവനെ ഭക്ഷണം നൽകുന്നതുമാണ്. അതുപോലെ പാപമുക്തരായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദിവസവും 70 വട്ടവും 100 വട്ടവും 70 പ്രാവശ്യവും 100 പ്രാവശ്യവും അല്ലാഹുവിനോട് പാപമോചനത്തിനായി ഇരക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കാണാം. ഇതിന് ഇസ്തിഗ്ഫാറിൻ്റെ ശ്രേഷ്ഠതയാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറിൻ്റെ ഒക്കെ മഹത്വങ്ങളാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്ർ എന്താണ് എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു. നമ്മളും ഇത് ചൊല്ലുക. ഹദ്ദാദിൽ മാത്രമല്ല, എപ്പോഴും ഈ ദിക്ർ നമ്മൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. റബ്ബന ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ ദിക്റിൻ്റെ മഹത്വമാണ്, ഒരുപാടുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ പറയുന്നൊരു വീഡിയോ ലെങ്ത് കൂടി പോകും. പിന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ ചൊല്ലുമ്പോൾ ഇഖ്ലാസോടുകൂടെ നമ്മൾ ചൊല്ലണം. ആരാധനകളെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കൽ. അല്ലാഹുവിന് മാത്രമാണ് ആരാധനകളൊക്കെ ഉള്ളത്. അല്ലാഹുവിൻ്റെ പൊരുത്തം പ്രീതിയും മാത്രം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഇത് ചൊല്ലേണ്ടതും ഒക്കെ. ഏത് ദിക്റും എല്ലാ ദിക്റുകളും സ്വലാത്തുകളൊക്കെ അല്ലാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മളുടെ ഓരോ പ്രവർത്തനവും. ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലൽ ആരും മറന്നു പോകരുത്. ഇഖ്ലാസോട് കൂടി ചൊല്ലണം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത വയൂത്തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നല്ല മനസ്സോടെ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനും അല്ലാഹു അവരോട് കൽപ്പിക്കപ്പെട്ടു. കീഴ്വണക്കം അല്ലാഹുവിന് മാത്രം. അതുകൊണ്ട് നല്ല മനസ്സോടെ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനും അല്ലാഹു അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്, അല്ലാഹുവിന് മാത്രം നമ്മൾ ആരാധിക്കുക, അല്ലാഹുവിന് മാത്രം ദിക്ർ ചൊല്ലുക, അല്ലാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും പ്രതീക്ഷിച്ച് മാത്രം നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ഇബാദത്തുകളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഹദീസുകളുണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഒക്കെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, എല്ലാവർക്കും അറിയാലോ, ഇന്നത്തെ കാലാവസ്ഥയിൽ ഒരുപാട് ദുരിതങ്ങളാണ് നാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരെ കൊണ്ടും കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം. സമ്പത്ത് കൊണ്ട് കഴിയുന്നവർ സമ്പത്ത് കൊണ്ടും, മറ്റുള്ള ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അങ്ങനെ, വസ്ത്രങ്ങളാണെങ്കിൽ അത് അങ്ങനെ, എന്തുകൊണ്ടാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അതുകൊണ്ടൊക്കെ നമ്മൾ സഹായിക്കണം. ഇനി ഒന്നിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദുആ കൊണ്ടെങ്കിലും നമ്മൾ സഹായിക്കണം, നമ്മൾ ദുആ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പോയി അവരെ സഹായിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ചേരണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, അതുപോലെ
ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ. നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഈ ദുരിതങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധ കൊടുക്കുകളിൽ നിന്നും കരകയറ്റി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് കടങ്ങളാണ് പ്രശ്നം, കുറേ ആളുകൾക്ക് രോഗങ്ങളാണ് പ്രശ്നം, മാനസികമായ പ്രശ്നങ്ങൾ, പുറത്തു പറയാൻ പറ്റാത്ത ടെൻഷനുകൾ, വേദനകൾ ഒക്കെ ഉണ്ട്. അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന ഭാര്യ, അങ്ങനെ കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാർ, ലഹരി മരുന്നിന് അടിമപ്പെട്ട മക്കൾ, അതിൽ നിന്നൊക്കെ അല്ലാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു ജീവിതം ഒരാൾക്കും നൽകാതിരിക്കട്ടെ. നല്ല നിലക്ക് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കളെ എല്ലാം ഒക്കെ സ്വാലിഹത്തായ മക്കളാക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളാക്കട്ടെ. മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പടച്ച റബ്ബേ നിനക്കറിയാമല്ലോ. അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, എന്തൊക്കെ പ്രയാസങ്ങളാണ് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മക്കളുടെ പ്രശ്നങ്ങളാണ് പലർക്കും പറയാനുള്ളത്. അതുപോലെ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ, കടങ്ങൾ, ജോലിയില്ലായ്മ, റഹ്മാനായ റബ്ബേ അതൊക്കെ നീ തീർത്ത് സലാമത്ത് നീ കൊടുക്കണേ അല്ലാഹ്. സന്തോഷമുള്ള ജീവിതം നീ നൽകണേ അല്ലാഹ്. കുടുംബത്തിലും വീട്ടിലും നീ ഖൈർ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളൊക്കെ എല്ലാവരും പല ഭാഗങ്ങളിലാണ് അല്ലാഹ്. അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസ്, ഈ ക്ലാസ് കാണുന്നവർ, ഈ അറിവുകളൊക്കെ കേൾക്കുന്നവർ, റഹ്മാനായ റബ്ബേ പല ഭാഗങ്ങളിലാണ് റബ്ബേ. അവിടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവിടെയൊക്കെ എന്തൊക്കെയാണോ പ്രയാസങ്ങളെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. അവിടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. വീടും പറമ്പും വിറ്റ് യാചിച്ചുകൊണ്ട് ചികിത്സ നടത്തുന്ന ഒരു രോഗവും ഒരാൾക്കും നീ കൊടുക്കരുത് റബ്ബേ. റഹ്മാനായ റബ്ബേ, ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കാവലിലായി നിന്റെ ത്വാഅത്തിലായി നീ നിലനിർത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മാലാഖമാരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, പിന്നെ ഒന്ന് പറയാനുള്ളത്, പലരും എൻ്റെ നമ്പറുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ എവിടെയാണ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, സ്ഥലം എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് മഞ്ചേരിയിൽ നിന്നാണ്, മലപ്പുറം ജില്ലയിൽ തിരുപ്പനഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുപ്പനഞ്ചി മക്കാമിൻ്റെ അടുത്തല്ല, തിരുപ്പനഞ്ചി അങ്ങാടിയിൽ, സൗത്ത് തിരുപ്പനഞ്ചി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മുത്തന്നൂർ പോകുന്ന റോട്ടിലാണ്. ആ റോട്ടുമ്മക്കനെ കയറുമ്പോൾ രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചവർക്ക് വേണ്ടി പറയാണ്, അവർ മനസ്സിലാക്കുക. മഞ്ചേരിയിൽ നിന്ന് കീശ്ശേരി റോട്ടിൽ തിരുപ്പനഞ്ചി എന്ന് പറയും. പൂക്കോൾത്തൂർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ്, അടുത്ത അങ്ങാടി.
കീശ്ശേരിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, കീശ്ശേരി ഭാഗത്തു കൂടെ വരുന്നവരാണെങ്കിൽ തൃപ്പനഞ്ച് സ്കൂൾ പടി കഴിഞ്ഞിട്ട് തൃപ്പനഞ്ച് അങ്ങാടിയിൽ ബസ് ഇറങ്ങി ലേശം മുന്നോട്ടേക്ക് പോന്നാൽ മതി. ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് മുത്തന്നൂർക്കുള്ള റോഡുണ്ട്, ആ റോട്ടിലാണ്. അവിടെ രണ്ടാമത്തെ ബിൽഡിങ് ആണ്. ചോദിച്ചവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണോ ചോദിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക എന്ന സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.